إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയാണ് എന്ന് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് തിന്മയാണ് എന്ന് പഠിപ്പിച്ചു തന്നവയുമുണ്ട്. നന്മയാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ അവ ഓരോന്നിലെയും നന്മയുടെ തോത് ഒരുപോലെയല്ല, ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചില നന്മകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ ഏറെ മറ്റു ചില നന്മകൾക്ക് ലഭിക്കും. ചില നന്മകൾ അത് ചെയ്യുന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ മറ്റു ചില നന്മകൾ മറ്റുള്ളവരിലേക്ക് കൂടി അതിൻ്റെ നന്മ പ്രകാശം അത് പടരുന്നതാണ്. അതുപോലെ തന്നെയാണ് തിന്മകളും. എല്ലാ തിന്മകൾക്കും ലഭിക്കുന്ന കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ അപകടം ഒരേ തോതിലല്ല. ചില തിന്മകൾ
മറ്റു ചില തിന്മകളെക്കാൾ ഗൗരവമുള്ളതാണ്. ചില തിന്മകൾ അത് ചെയ്യുന്ന വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ മറ്റു ചിലത് അത് മറ്റുള്ളവരിലേക്കും കൂടി അതിൻ്റെ അപകടം പടരുന്നതാണ്. അത്തരത്തിലൊരു തിന്മയാണ് ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്. അതിൻ്റെ തിന്മ ഒരിക്കലും അത് ഉപയോഗിക്കുന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് തിന്മകളുടെ താക്കോലാണ് എന്നാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീല് എന്നോട് വസിയ്യത്ത് നൽകി, അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വസിയ്യത്ത് നൽകിയത്? ലാ തശ്റബിൽ ഖംറ, നീ മദ്യപിക്കരുത്, ലഹരി ഉണ്ടാക്കുന്ന ഒന്ന് നീ ഉപയോഗിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി ഉപയോഗം എന്നുള്ളത്. എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതിലൂടെ വേറെ ഒരുപാട് തിന്മകൾ ജനിക്കും. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കഴിവിൻ്റെ പരമാവധി നന്മകളുടെ താക്കോലുകളാവാൻ പരിശ്രമിക്കേണ്ടവരാണ്. പല നന്മകളുടെ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കേണ്ടവരാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ഹദീസുകളിലൂടെ നമുക്ക് പ്രോത്സാഹനം നൽകിയത്. എന്നാൽ മദ്യത്തെപ്പറ്റി, ലഹരിയെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് തിന്മകളുടെ താക്കോലെന്നാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഉപയോഗം വളരെ അധികമാണ്. ഒരു വേള പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ പോലും ലഹരി രുചിച്ച് കഴിയുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതമായ സമൂഹം മദ്യത്തിൽ കുളിച്ച് മദ്യവുമായി അങ്ങേയറ്റം മാനസികമായി, എത്രത്തോളം എന്ന് വെച്ചാൽ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പോലെ മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത്. അന്ന് അവരുടെ മദ്യത്തോടുള്ള ബന്ധത്തെ പറ്റി പറയുന്നത് കാണാം. അവർ പറയുമായിരുന്നു അത്രേ, ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജൻബി കർമത്തിൻ തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ, ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മുന്തിരി വള്ളിയുടെ മരത്തിൻ്റെ ചുവട്ടിൽ മറമാടണം. എന്നാൽ ഞാൻ മരിച്ച ശേഷവും ആ മദ്യത്തിൻ്റെ, ആ മുന്തിരി വള്ളിയുടെ നീര് എൻ്റെ എല്ലുകളിലേക്ക് ഇറങ്ങി എനിക്കത് ആസ്വദിക്കാമല്ലോ. വലാ തദ്ഫിനന്നി ബിൽ ഫലാതി ഫഇന്നനി, മരുഭൂമിയിൽ നിങ്ങൾ എന്നെ മറമാടരുത്. അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദൂഖുഹാ, ഞാൻ മരിച്ചു പോയാൽ പിന്നെ എനിക്ക് മദ്യം ആസ്വദിക്കാൻ പറ്റില്ലയോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ മരുഭൂമിയിൽ മറമാടരുത്, മറിച്ച് മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ മറമാടണം. അത്രത്തോളം മദ്യവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ മാറ്റിയെടുത്തു, തീർത്തും മദ്യമുക്തരാക്കി. മദീനയിൽ മദ്യമൊഴുകി, മദ്യവുമായുള്ള ബന്ധം പൂർണ്ണമായി അവർ ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഉപയോഗിച്ച മരുന്ന് തന്നെയാണ് സഹോദരങ്ങളെ ഇന്നും നമുക്ക് ഉപയോഗിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച മരുന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഫലപ്രദവും. ആ മരുന്ന് ഉപയോഗിച്ചൊരുവൻ മദ്യത്തിൽ നിന്ന് മുക്തനാവുമ്പോഴാണ് അവന് പൂർണ്ണ ശാശ്വത മോചനം ലഭിക്കുന്നത്. ഖുർആനാകുന്ന മരുന്ന്, ഹദീസാകുന്ന മരുന്ന്, തൗഹീദാകുന്ന അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന മരുന്ന്, അത് ശിഫായാണ്, ശമനമാണ്, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. ആ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ മാറ്റിയെടുത്തത് എങ്കിൽ ഇന്നും ഈ തിന്മയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് അത് തന്നെയാണ്. അതിനെക്കുറിച്ച് അവരെ അവബോധരാക്കുക. രോഗം വരുന്നതിന് മുമ്പ് ആ രോഗത്തിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. രോഗം വന്ന ശേഷമാണ് പിന്നെ ആ രോഗം മാറാനുള്ള ചികിത്സ.
അതിനു മുമ്പ് അവരെ ബോധവാന്മാരാക്കണം, വിശിഷ്യ നമ്മുടെ മക്കൾ. അതിനൊരു പ്രായമുണ്ട്, ആ പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ അപകടങ്ങൾ അവർക്ക് മനസ്സിലാക്കി അള്ളാഹുവും റസൂലുമായിട്ട് അടുപ്പിച്ച് അവരുമായിട്ട് അള്ളാഹുവും റസൂലുമായിട്ട് ഏറ്റവും അടുത്തൊരു ജീവിതം അവരുടെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അവർക്ക് രോഗം പിടിപെട്ടിട്ട് പിന്നെ നമ്മൾ ഖേദിച്ചത് കൊണ്ട് കാര്യമില്ല. അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ അതിൻ്റെ ഗൗരവം ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംറിനെ പറ്റി പറഞ്ഞത് മാ ഖാമറൽ അഖ്ലാന. ഖംറിൻ്റെ വാക്കിൻ്റെ അർത്ഥം മൂടീന. പെണ്ണുങ്ങൾ സ്ത്രീകൾ മറയ്ക്കുന്ന ഹിമാർ എന്ന് പറയും, അവരുടെ മുമ്പിൽ മൂടി ഇടാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ഹിമാർ. എന്താ ഖംർ എന്ന് പറഞ്ഞത്? ബുദ്ധിയെ മൂടുന്നതാണ്. മദ്യത്തിന് അറബിയിൽ പ്രയോഗിച്ചത് ഖംർ എന്നാണ്. ബുദ്ധി, അത് സ്വബോധത്തെ, മനുഷ്യത്വത്തെ മൂടി വേണ്ടാത്തത് പുറത്തു വരും മദ്യപിച്ചാൽ. അതാണ് ഖംർ എന്നതിന് പദം പ്രയോഗിച്ചതായിട്ട് കാണാം. ചരിത്രം പരിശോധിച്ചാൽ, അതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഖംറുൻ. ലഹരി ഉണ്ടാക്കുന്ന, മത്തുണ്ടാക്കുന്നതെല്ലാം അത് ഖംറാണ്. വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്നതൊക്കെയും ഹറാമാണ്. വമൻ മാത വഹുവ യശ്റബുൽ ഖംറ യുദ്മിനുഹാ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. ആരെങ്കിലും ദുനിയാവിൽ മദ്യപിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ, നാളെ പരലോകത്ത് അവന് സ്വർഗത്തിൽ മദ്യപിക്കാൻ കഴിയില്ല എന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരുവൻ ദുനിയാവിൽ മദ്യപിച്ച്, മുസ്ലിമായി തൗഹീദുള്ള ഒരുവൻ മദ്യപിച്ച് അതിൽ നിന്ന് തൗബ ചെയ്യാതെ മടങ്ങിയാൽ അവനൊരു വേള അവൻ്റെ കുറ്റം, ശിക്ഷ നരകത്തിൽ നിന്ന് അനുഭവിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിച്ചാലും നഊദു ബില്ലാഹ് അവിടെ നിന്ന് മദ്യം, സ്വർഗത്തിലെ മദ്യം അവന് കുടിക്കാൻ ലഭിക്കില്ല എന്നാണ്. അത്രയേറെ ഗൗരവമുണ്ട് മദ്യപാനത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഹദീസുകളുടെ ഗൗരവം പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപം, മദ്യവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം പ്രത്യേകം വന്നിട്ടുണ്ട്. പലരും അതിനെ സമീപിക്കുന്നത് അവരുടെ മനസ്സിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമെന്നാണ്, ഒരു ശമനം എന്ന പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാനത് രോഗത്തിന് മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് റസൂലേ, അങ്ങനെ ഞാൻ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നഹു ലൈസ ബിദവാ വലാകിന്നഹു ദാ. അത് മരുന്നല്ല, ലൈസ ബിദവാ, അതൊന്നിനും ഒരു മരുന്നല്ല. വലാകിന്നഹു ദാഉൻ, മറിച്ച് അത് രോഗമാണ് എന്നാണ്. മദ്യം എന്നത് ശമനമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റാനാണ് പലരും മദ്യപിക്കുന്നത്. ആ ബുദ്ധി മറഞ്ഞുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷമം മറക്കും. പിന്നെ അത് വീണ്ടും ഓർമ്മ വരുമ്പോൾ ആ പ്രശ്നം വീണ്ടും വരും. സഹോദരങ്ങളെ, പ്രശ്നമില്ലാത്തവരായിട്ട് ദുനിയാവിൽ ആരാണുള്ളത്? എല്ലാവർക്കും പ്രശ്നമുണ്ട്. എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, എത്ര വലിയ ദരിദ്രനായിക്കോട്ടെ, എങ്ങനെയുള്ള ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങൾ. ദുനിയാവ് എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്? അയ്യുക്കും അഹ്സനു അമല. ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അതിൽ വിജയിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, പരാജയപ്പെടുന്നവർക്ക് നരകമാണ്. അപ്പോൾ ഒരിക്കലും മദ്യം എന്നുള്ളത് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ഈമാനുള്ളവന് രാത്രി 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ കിട്ടുന്ന സുഖം ഒരു മദ്യത്തിനും ലഭിക്കില്ല. ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്താൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന സുഖം, ഒരു മുഅ്മിന് ലഭിക്കുന്ന ഈമാനിൻ്റെ അനുഭൂതിയുടെ ഒരംശം പോലും ഇതുപോലെയുള്ള സുഖങ്ങളിൽ, ദുനിയാവിൻ്റെ സുഖങ്ങളിൽ ലഭിക്കില്ല. പക്ഷെ അത് അറിയാൻ കഴിയണം. ഈമാൻ ഉണ്ടാക്കി ഈമാനിലൂടെ അമലുകൾ, ഇബാദത്തുകൾ ചെയ്ത് അടുക്കാനും അറിയാനും കഴിയണം. അപ്പോഴാണ് ആ സുഖം ലഭിക്കുക. മദ്യത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10. മദ്യവുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ആസിറഹ, മദ്യം നിർമ്മിക്കുന്നവനെ, അത് പിഴിഞ്ഞെടുക്കുന്നവനെ. വ മുഅ്തസിറഹ,
അത് പിഴിഞ്ഞെടുക്കാൻ, അത് നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നവനെ, വശാരിബഹ മദ്യം കുടിക്കുന്നവനെ, വഹാമിലഹ അതിൻ്റെ കാരിയർ അത് വഹിച്ചു കൊണ്ടുപോകുന്നവനെ, വൽ മഹ്മൂലതു ഇലൈഹി ആർക്ക് വേണ്ടിയാണ് അവനത് വഹിച്ചു കൊണ്ടുപോകുന്നത് അവനെ, വസാഖിയഹ അത് കുടിപ്പിക്കുന്നവനെ, മദ്യം ഒഴിച്ചു കൊടുക്കുന്നവനെ, വബായിഅഹ അത് വിൽക്കുന്നവനെ, വആകില സമനിഹ അതിൻ്റെ ലാഭം എടുക്കുന്നവനെ. മദ്യം കുടിക്കുന്നില്ല, പക്ഷെ അതിലവന് ഷെയറുണ്ട്, കമ്പനിയിൽ അവന് ഷെയറുണ്ട്, ഏജൻസിയിൽ അവന് ഷെയറുണ്ട്, അതിൻ്റെ ലാഭം അവന് ലഭിക്കുന്നുണ്ട് അവനെ. വൽ മുഷ്തരീലഹ അത് വാങ്ങുന്നവനെ, വൽ മുഷ്തറാത്തു ലഹു അവൻ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നവനെ അവനെ. ചുരുക്കി പറഞ്ഞാൽ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ലഅനത്തുണ്ട് എന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപമുണ്ട് എന്നാണ്. അപ്പോൾ എത്രയേറെ ഗൗരവമാണ് സഹോദരങ്ങളെ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പല പരിപാടികളും ഉണ്ടാകുമ്പോൾ മുസ്ലിം സമൂഹം അത് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും കണ്ണടച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. കണ്ണടച്ച് നിൽക്കുന്നു പലരും, മൗനത്തിലൂടെ അനുവാദം നൽകുന്നു പലരും. തിന്മ കണ്ടാൽ അത് എതിർത്തിട്ടില്ല എങ്കിൽ, തിന്മയോടുള്ള എതിർപ്പ് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മിൽ നിന്നുണ്ടായില്ല എങ്കിൽ ആ തിന്മ ചെയ്യുന്നവരും നാമും ഒരുപോലെയാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം നമ്മൾ മറക്കാതിരിക്കുക. നരകത്തിലെ പാപികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമാണ് മദ്യപിക്കുന്നവർക്കായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹ്ദൻ അല്ലാഹുവിൻ്റെ മേലൊരു കരാറുണ്ട്. ലിമൻ യശ്റബുൽ മുസ്കിറ ലഹരി ഉപയോഗിക്കുന്നവന്, മദ്യപിക്കുന്നവന്, അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ തീനത്തിൽ ഖബാൽ അവനെ കുടിപ്പിക്കുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ എന്താണ് തീനത്തുൽ ഖബാൽ റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ നരകത്തിയിൽ വെന്തെരിയുന്ന പാപികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചലമാണിത്. എന്നിട്ടോ സഹോദരങ്ങളെ തീർന്നോ? മദ്യപിക്കുന്നവൻ്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കില്ല എന്നാണ്. മൻ ശരിബൽ ഖംറ ലം തുഖ്ബലു ലഹു സ്വലാത്തുൻ 40 സബാഹൻ 40 സ്വബാഹിലെ നിസ്കാരം ലം തുഖ്ബൽ ലഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് സ്വീകരിക്കില്ല എന്നാണ്. 40 സുബഹി നിസ്കാരം എന്നാണ് ലഫ്ളിൽ നിന്ന് കിട്ടുന്നത് എങ്കിലും ഇത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു അന്നത്തെ ദിവസത്തെ നിസ്കാരമാകാനും സാധ്യതയുണ്ട്, സുബഹി നിസ്കാരം ആവാനും സാധ്യതയുണ്ട്. 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം 40 ദിവസം പിന്നെ നിസ്കരിക്കാതിരിക്കാന്നല്ല. നിസ്കരിക്കാതിരുന്നാൽ അത് അതിലേറെ വലിയ പാപമാണ്, കുഫ്ർ വരെ സംഭവിക്കുന്നതായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ കാര്യമാണ് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. നേരെ ചൊവ്വേ സ്വീകരിക്കേണ്ടതായ അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം ഷർത്തുകളും റുക്നുകളൊക്കെ പാലിച്ചുകൊണ്ട് ശരിയായി നിസ്കരിക്കുന്ന അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. നിസ്കരിക്കണം, പക്ഷെ ആ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കില്ല. നിസ്കരിച്ചാലാണ് അവൻ്റെ മേൽ ആ ബാധ്യത ഒഴിവാവുക, ആ നിർബന്ധ ബാധ്യത ഒഴിവാകാൻ നിസ്കരിച്ചാലാണ്. പക്ഷേ നിസ്കരിച്ചാലും അതിന് പ്രതിഫലം ലഭിക്കില്ല 40 ദിവസത്തെ. അത്രയേറെ ഗൗരവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യവും ചൂതാട്ടവും ഒക്കെ റിജ്സുൻ മിൻ അമലി ശൈത്താൻ, ശൈത്താൻ്റെ അമലുകളിൽ മ്ലേച്ഛമായതാണ്. ശൈത്താൻ്റെ അമലുകളൊക്കെയും മോശമാണ്. ശൈത്താൻ്റെ നല്ല പ്രവർത്തികളില്ല, ശൈത്താൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും മോശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ശൈത്താനെ ശത്രുവായി കാണാനാണ് പറഞ്ഞത്. എന്നിട്ട് ആ ശൈത്താൻ്റെ പ്രവർത്തനങ്ങളിൽ റിജിസ് ഏറ്റവും മ്ലേച്ഛമായതാണ്. കാരണം എന്താ? അതിലൂടെ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. നിങ്ങളുടെ ഇടയിൽ ശത്രുതയും കോപവും ഉണ്ടാക്കാനും അള്ളാഹുവിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ച് കളയാനുമുള്ള അതിനു വേണ്ടിയാണ് മദ്യവും ചൂതാട്ടവും ശൈത്താൻ നമ്മിൽ ഉപയോഗിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ സഹോദരങ്ങൾ, അതെന്ന് പറഞ്ഞാൽ ശൈത്താന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു പിടിവള്ളിയാണ്, ഒരു കയറാണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ശൈത്താൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും
ഇതിനെക്കുറിച്ച് നമ്മൾ അവർ ആ അപകടത്തിൽ പെടുന്നതിന് മുമ്പ് ബോധവാന്മാരാക്കണം. എന്നാൽ മാത്രമേ ഭാവിയിൽ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പ്രതിരോധം സ്വീകരിക്കുന്നതിന് സമാനമായി നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും. അതല്ലാതെ ഒരു മാർഗവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് ഫഹൽ അൻതും മുൻതഹൂൻ. ഈ നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന, നിങ്ങളുടെ ഇടയിൽ ശത്രുതയും കോപവും ഉണ്ടാകാൻ കാരണമാകുന്ന ഈ തിന്മ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം ആ ആയത്തിറങ്ങിയപ്പോൾ സഹാബാക്കൾ പറഞ്ഞു എന്നാണ്, ഇൻതഹൈന. ഇത്രയേറെ മദ്യവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു സമൂഹം അപ്പാടെ മദ്യത്തെ വലിച്ചെറിയുകയാണ്. മദീനയിൽ മദ്യം ഒഴുകുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അവർ സ്വീകരിച്ചു. ആ മരുന്ന് ഉപയോഗിച്ചപ്പോഴാണ്. അതേ മരുന്ന് ഉപയോഗിച്ച് നമുക്കും നമ്മുടെ സമൂഹത്തെ ഉത്തേജിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീന് യഥാവിധം മനസ്സിലാക്കി അള്ളാഹു തിന്മയാണെന്ന് പറഞ്ഞറിയിച്ച കാര്യങ്ങളെ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു തിന്മയെക്കുറിച്ചാണ് ഉണർത്തിയത്. നാം അതിൽ നിന്ന് മുക്തരാകാൻ എപ്രകാരം നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വിശിഷ്യ നമ്മുടെ കീഴിൽ ഉത്തരവാദിത്തം വരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, മറ്റുള്ളവരെയൊക്കെയും ഇതിനെക്കുറിച്ച് വേണ്ട രൂപത്തിൽ ബോധവാന്മാരാക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പലപ്പോഴും നമ്മുടെ മക്കളുടെ ദുനിയാവ് നന്നാകുന്നതിന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ പലരും പരലോകത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. അതൊരു സത്യത്തെക്കുറിച്ചുള്ള അവരുടെ അശ്രദ്ധയാണ്. എന്താണ് സത്യം? നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ദുനിയാവ് നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നാം ഉദ്ദേശിക്കുന്നത് പോലെ അവരിൽ നിന്ന് ദുനിയാവിൽ നമുക്ക് ഉപകാരം ലഭിക്കണമെങ്കിൽ കൂടി അവരുടെ ദീന് നന്നാവേണ്ടതുണ്ട്. ദീനുള്ള മക്കളിൽ നിന്നാണ് അവരുടെ ദുനിയാവും നാം ഒരു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നന്നാവുക. അതല്ലാതെ ദുനിയാവ് മാത്രമാണ് നാം നൽകുന്നത് എങ്കിൽ നമുക്കൊരു വേള നാം ഉദ്ദേശിക്കുന്ന ഒരു ഉപകാരം ദുനിയാവിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കില്ല. അപ്പം ദീനുണ്ടെങ്കിലേ ദുനിയാവ് പോലും നന്നാവുകയുള്ളൂ എന്ന ബോധമാണ് രക്ഷിതാക്കൾക്ക് വേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിലുള്ള കൃത്യമായ ധാരണ, കാഴ്ചപ്പാടോടുകൂടി തന്നെ നമ്മുടെ മക്കൾ, അവരാണ് ഭാവി, നാളെ അവരാണ് ജീവിക്കുന്നത്, ഇവിടുത്തെ സമൂഹം അവരാണ്. അപ്പം അവരുടെ വിഷയത്തിൽ അതീവ ഗൗരവം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. വിശിഷ്യ 5 നേരം പള്ളിയിലെത്തുക, ജമാഅത്തിന് പള്ളിയിലെത്തുക, അങ്ങനെ എത്തുന്ന മകനാണ് എൻ്റെ മകൻ എന്നത് തന്നെ നമുക്കൊരു വേള കുറേ സമാധാനിക്കാൻ വകുപ്പുള്ള വഴിയാണ്, ഒരു കാര്യമാണ്. അതുമല്ല എങ്കിൽ നമ്മൾ ഗൗരവത്തിൽ കാണാം. 5 നേരം നിസ്കാരത്തിന് കൃത്യമായി എത്തുന്നുണ്ട് എങ്കിൽ കുറേയേറെ, കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്. ശൈത്താന് കുറച്ചുകൂടി അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പ്രയാസമാണ്. അപ്പോൾ ഒന്നാമതായി അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ദീനി കൂട്ടായ്മയോട് ചേർത്ത് നിർത്താൻ, മനുഷ്യരാണ്, തിന്മകളിലേക്ക് ദുനിയാവിലെ പല കാര്യങ്ങളും ഭംഗിയുള്ളതാക്കി ശൈത്താൻ തോന്നിപ്പിക്കും. അപ്പം അതിൻ്റെ വഴികൾ, അതിൻ്റെ സാധ്യതകളെ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അതിനാണ്
ദീനീ കൂട്ടായ്മയോട് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക. അവരുടെ കൂട്ടുകാരാരാണ് എന്ന് നമുക്ക്, അവരുടെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തുക്കൾ ആരാണെന്ന് രക്ഷിതാക്കൾക്ക് അറിയേണ്ടതുണ്ട്. രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൂട്ടുകാർ നന്നായാലാണ് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ, അവൻ്റെ ആത്മസുഹൃത്തിൻ്റെ മതത്തിലാണെന്ന് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ചൊവ്വ ഇവനിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആരാണ് കൂട്ടുകാരൻ എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞത്. ദീനീ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെടുത്തി നമ്മളെ നിർത്തിയാൽ സ്വാഭാവികമായിട്ടും ദീനുള്ള കൂട്ടുകാർ അവർക്ക് ലഭിക്കുകയും അതിലൂടെ അവർക്ക് ദീന് കൂടുതൽ ഉണ്ടാകാൻ കാരണമായിരിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹ്, നമുക്ക് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്നോണം കിട്ടിയ നമ്മുടെ പള്ളി, ഇവിടെ ദീന് വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കാനും മുതിർന്നവരിൽ വളർത്തിയെടുക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഈ മതം അത് ആചരിച്ച് എല്ലാ ആഴ്ചകളിലും അത് പഠിക്കാൻ വേണ്ടി ഒരല്പം മാറിയിരുന്ന് മുന്നോട്ട് പോകാനുള്ളൊരവസരം ഇവിടെയുണ്ട്. മുതിർന്നവർക്കാണെങ്കിൽ കുടുംബസമേതം എല്ലാ വെള്ളിയാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം ഖുർആൻ പഠിക്കാനുള്ള സദസ്സ് ഇവിടെ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എല്ലാ ശനിയാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം അവർക്ക് ആ മദ്രസ പാഠഭാഗത്തിൻ്റെ ശേഷം അവർ പഠിക്കേണ്ട ദീനിലെ അടിസ്ഥാന വിഷയങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സ് ഇവിടെയുണ്ട്. ഇവിടെ മഗ്‌രിബ് ജമാഅത്തിനെത്തിയാൽ ഇശാ ജമാഅത്ത് കഴിഞ്ഞ് വിദ്യാർത്ഥിക്ക് പോവാം. ജമാഅത്തുകൾ അതിൻ്റെ പ്രതിഫലം പറഞ്ഞറിയിക്കേണ്ടതില്ല. ജമാഅത്തുകളിൽ എത്തേണ്ട നിർബന്ധ ബാധ്യത, മറ്റ് കാരണങ്ങളില്ല എങ്കിൽ എത്തേണ്ടതിൻ്റെ ആവശ്യകത അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മക്കളെ ബോധപൂർവം ദീനീബോധമുള്ള ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ അവർ തിരിഞ്ഞു പോയാലും ദീൻ എന്ന വളയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ എന്നൊരു വളയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഏത് മേഖലയിലും തിരിയുകയുള്ളൂ എൻ്റെ മക്കൾ, ആ ബോധമുള്ളവരാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനൊന്ന് നമ്മൾ നന്നാവണം, നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ മക്കൾക്ക് തിരിയണം. അതിനുശേഷം ഈ രൂപത്തിൽ അവർക്ക് ആ ബോധമുണ്ടാകാൻ സഹായകമാകുന്ന സംരംഭങ്ങളിൽ നമ്മൾ അവരെ ചേർക്കണം. മെയ് മാസം 11-ാം തീയതി നമുക്ക് നടക്കാനിരിക്കുന്ന പെരിന്തൽമണ്ണയിലെ സ്റ്റുഡൻസ് കോൺഫറൻസ്, അതിലേക്ക് നമുക്ക് കഴിയുന്ന നമ്മുടെ മക്കളെയും നാം അറിയുന്ന എല്ലാവരെയും, വിശിഷ്യ ദീനീ കൂട്ടായ്മയായിട്ട് ബന്ധമില്ലാത്തവരെ അതൊരു കാരണമാക്കി എടുത്തുകൊണ്ട് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന പരിശ്രമം നമ്മൾ ചെയ്യണം. ഒരു വേള അതായിരിക്കാം ചില വിദ്യാർത്ഥികളിൽ, ചില കുട്ടികളിൽ നന്മയുടെ തുടക്കം. നാം അറിയാതെ അതിലൂടെ അവന് ആ പ്രകാശം ലഭിക്കാൻ കാരണമായാൽ മരണം വരെ അവൻ ചെയ്യുന്ന നന്മകളിൽ നമുക്കും ഒരു വിഹിതം പ്രതീക്ഷിക്കാം. മെയ് 6 മുതൽ പെരിന്തൽമണ്ണയിൽ വൈകുന്നേരം ഒരു എക്സിബിഷൻ, അത് കുടുംബസമേതം നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നതാണ്. 6 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് കഴിയുന്ന ഒരു സമയം പോയി ആ എക്സിബിഷൻ സന്ദർശിക്കാനും 11-ാം തീയതി കോൺഫറൻസിലേക്ക് നമ്മുടെ മക്കളെ എല്ലാവരെയും നല്ല നെയ്യത്തോടുകൂടി അവരുടെ ദീന്, അവരുടെ മനസ്സുകളിൽ ദീന് വലുതാവണം, ദീനിൻ്റെ ആൾക്കാരാവണം, അള്ളാഹുവിനെ റസൂലിനെ ഓർത്ത് ജീവിക്കുന്ന മക്കളാകണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മളാൽ കഴിയുന്ന മാക്സിമം വിദ്യാർത്ഥികളവിടെ എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള മക്കളാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ച് പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അത് ആചരിച്ച് അത് ഉച്ചരിച്ച് പരിപൂർണ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈന വലിഅസാതിദനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم.
وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.